മനുഷ്യൻ്റെ വാല്യൂ പറയുമ്പോൾ മനുഷ്യൻ്റെ എറ്റേണിറ്റി, മനുഷ്യൻ്റെ അനശ്വരത, മനുഷ്യൻ നശ്വരനാണെന്നുള്ള വിശ്വാസം വേണ്ടി വരും. ദൈവവിശ്വാസം അല്ലെങ്കിൽ യുക്തിവാദികളുടെ വിശ്വാസപ്രകാരം മനുഷ്യൻ ഈ മരിച്ചാൽ പിന്നെ ഉണ്ടാവൂല എന്നാണല്ലോ. പരലോകപ്പാറ്റകൾ തരളുമാമോക്ഷത്തിൻ പതിരീനായുള്ളൊരു പ്രാണദാഹം പരപമ്പര വിഡ്ഢിത്തം പരമാർത്ഥം ഇതുമാത്രം പരുപാരുത്തുള്ളൊരു മണ്ണു മാത്രം. ഈ മണ്ണ് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ അപ്പുറമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യൻ ഏതാനും വർഷങ്ങൾ ജീവിച്ച് അവൻ ഇല്ലാതായി പോകും. അപ്പൊ അവനോട് ചോദിക്കാം, ചങ്ങായി എനിക്കിപ്പോൾ ഒരു ലൈഫ് കിട്ടിയിട്ടുണ്ടല്ലോ, ഒരസ്തിത്വം കിട്ടിയിട്ടുണ്ടല്ലോ, ഈ കിട്ടിയ അസ്തിത്വം ഇനി ഇല്ലാതാവണം എനിക്ക് സമ്മതമാണോ നോക്കാം. ഇല്ലാതാവണം എനിക്ക് സമ്മതമാണെന്ന് ചോദിക്കാം. ഇനി വേണമെങ്കിൽ ഓനെ രണ്ടെണ്ണം കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഒന്ന് തടുക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്തിനാ തടുക്കണത്? എൻ്റെ അസ്തിത്വം ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കുന്നതുകൊണ്ടല്ലേ ഇത് തടുക്കണതേ. എനിക്ക് എൻ്റെ അസ്തിത്വം നിലനിർത്തണമെന്നുണ്ട്. അപ്പം എൻ്റെ അസ്തിത്വം ഏതൊരാൾക്കും തനിക്ക് കിട്ടിയ അസ്തിത്വം ഇല്ലാതാവുന്നത് ഇഷ്ടമുണ്ടാവില്ല. ജനിച്ച സ്ഥിതിക്ക് പിന്നെ ജനിച്ചിട്ടില്ലേ പിന്നെ പോട്ടെ, പക്ഷെ ജനിച്ച സ്ഥിതിക്ക് ഞാൻ ഇല്ലാതാവരുത് എന്ന് എല്ലാവരും ആഗ്രഹിക്കും. അതുകൊണ്ടാണ് ലോകത്ത് ശാസ്ത്രമുണ്ടായത്, അതുകൊണ്ടാണ് ടെക്നോളജി എല്ലാം വളർന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ശാസ്ത്രം ഉണ്ടായത്? മനുഷ്യൻ്റെ അസ്തിത്വത്തിനെതിരിൽ വരുന്ന ഭീഷണികളെ തടുക്കാനാണ് ശാസ്ത്രമുണ്ടായത്. മനുഷ്യന് ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന സമയത്ത് മനുഷ്യന് ഭീഷണികളുണ്ട്. ഹിംസജന്തുക്കളുടെ ഭീഷണിയുണ്ട്, ശത്രുക്കളുടെ ഭീഷണിയുണ്ട്, അതേപോലെ തന്നെ കാലാവസ്ഥയുടെ ഭീഷണിയുണ്ട്. അങ്ങനെ പലതിൻ്റെയും ഭീഷണിയുണ്ട്. ആ ഭീഷണി മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഭീഷണിയായതുകൊണ്ട് ആ ഭീഷണിയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് സയൻസ് ഉണ്ടായത്. രോഗം മനുഷ്യനെ ഇല്ലാതാക്കും, അപ്പൊ രോഗത്തെ ഇല്ലാതാക്കി മനുഷ്യനെ നിലനിർത്തണം. ശത്രു മനുഷ്യനെ ഇല്ലാതാക്കും, ശത്രുവിനെ നശിപ്പിച്ച് മനുഷ്യനെ നിലനിർത്തണം. അതേപോലെ തന്നെ പ്രകൃതിയിലുള്ള കാലാവസ്ഥയിലും മറ്റൊക്കെ ഉള്ള അതൊക്കെ തന്നെ രോഗാണുക്കൾ മനുഷ്യനെ ഇല്ലാതാക്കും. അതുകൊണ്ട് രോഗാണുക്കൾ മനുഷ്യനെ ഇല്ലാതാക്കുമെന്നതുകൊണ്ട് മനുഷ്യനെ നിലനിർത്താൻ വേണ്ടി, മനുഷ്യനെ അനശ്വരനാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് സയൻസ് ഉണ്ടായത്, ശാസ്ത്രം ഉണ്ടായത്. അതുകൊണ്ടാണ് ഇതെല്ലാം ശാസ്ത്രമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ലോകത്ത് സയൻസും ശാസ്ത്രമൊക്കെ വികസിച്ചിരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ അവസാനം എന്താ ഉണ്ടാവുന്നത്? മരിച്ചു പോവുകയാണ്. മരിക്കുന്നതോടുകൂടി മനുഷ്യൻ ഇല്ലാതാവുകയാണെങ്കിൽ ശാസ്ത്രത്തിന്റെ ഈ വേലകളൊക്കെ പാഴ്വേലയായില്ലേ? ശാസ്ത്രത്തിന്റെ വേലകളൊക്കെ പാഴ്വേലയാക്കിക്കൊണ്ട് മനുഷ്യൻ മരിച്ചു പോകല്ലേ ചെയ്യുന്നത്. ആ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, മനുഷ്യ നീ ഇല്ലാതാവാനുള്ളവനല്ല, നീ വാല്യുബിളാണ്, നീ മൂല്യമുള്ളവനാണ്, നീ വിലയുള്ളവനാണ്. ഏതാനും വർഷം വരെ ജീവിച്ച് മരിച്ചു പോകേണ്ടവനല്ല. നിനക്ക് പ്രതീക്ഷയുണ്ടാവണം. മരിക്കുന്ന സമയത്ത് നിനക്ക് ഏതൊരുത്തനോടും നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്, ചങ്ങായിച്ച് മരിച്ചാൽ പിന്നെ ജീവിക്കൂലെന്ന് വിചാരിച്ചാൽ എൻ്റെ ഈ കാലം എൻ്റെ സ്ഥിതി അല്ലേ? ഒരാളിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ഇല്ലാതാകാൻ പോവുകയാണല്ലോ, ഇനി എനിക്ക് ജീവിതമല്ലല്ലോ, ഇനി എനിക്ക് എൻ്റെ അമ്മാനെ കാണാൻ പറ്റൂല്ലോ, എൻ്റെ അപ്പാനെ കാണാൻ പറ്റൂല്ലോ, എൻ്റെ കുട്ടികളെ കാണാൻ പറ്റൂല്ലോ, എൻ്റെ കെട്ടികളെ കാണാൻ പറ്റൂല്ലോ, ഇനി ബിരിയാണി കഴിച്ചാൻ പറ്റൂല്ലോ, ഇനി പന്തളി കാണാൻ പറ്റൂല്ലോ, ഇനി മൊബൈൽ കളിച്ചാൻ പറ്റും, ഒന്നിനും പറ്റൂല്ലോ, ഇല്ലാതാവുകയല്ലേ. അവൻ ഞാൻ ഇല്ലാതാവുകയാണല്ലോ എന്നുള്ള ആ ചിന്ത വെച്ച് പുലർത്തുന്ന മനുഷ്യന്റെ മുമ്പിൽ നീ ഇല്ലാതാവാനുള്ളവനല്ല, നീ മരിച്ചാൽ വീണ്ടും നിലനിൽക്കാനുള്ളവനാണ്, വീണ്ടും ജീവിക്കാനുള്ളവനാണ്. നീ അനശ്വരനാണ്, നിനക്ക് വിലയുണ്ട്. ആ അനശ്വരത, നിന്റെ അനശ്വരതയാണ് യഥാർത്ഥത്തിൽ നിനക്ക് വിലയുണ്ടാക്കുന്നത്. അതുകൊണ്ട് നീ ഒരിക്കലും ഇല്ലാതാവാനുള്ളതല്ല. മർത്യന്റെ ഉദ്ഗമനേച്ച് നിന്നെ മൃത്യു സ്പർശിക്കില്ല ഒരു നാളും. കെട്ടടങ്ങിയ തീയും കാറ്റു തട്ടിയാൽ വീണ്ടും കത്തിപ്പടരും. മൃത്യു നിനക്കൊരു ഉറക്കം, ആത്മസത്തക്കു പറ്റില്ലൊരു ഇളക്കം. ഒരിക്കലും മരണം കൊണ്ട് മനുഷ്യനില്ലാതാവുന്നില്ല, അവന്റെ ആത്മസത്തക്ക് ഒരു ഇളക്കവും പറ്റുന്നില്ല, കേവലം ഒരു ഉറക്കം മാത്രമാണ്. അപ്പൊ മനുഷ്യനെ പറ്റിയുള്ള കൺസെപ്റ്റ് തന്നെ, സങ്കല്പം തന്നെ മാറും. ഏതൊരാളും ആഗ്രഹിക്കുന്ന തരത്തിലാണ് നമ്മൾ പറയുന്നത്, ചങ്ങായി ഇജ്ജ് ഇല്ലാതാവാനുള്ളവനല്ല, ഇജ്ജ് വീണ്ടും ജീവിക്കാനുള്ളവനാണ്. മരണം വരുന്നത് സ്വാഭാവികമാണ്, പക്ഷെ ആ മരണം കഴിഞ്ഞാൽ വീണ്ടും നീ ജീവിക്കാനുള്ളവനാണ്. ഇതല്ലേ മനുഷ്യന്റെ പ്രകൃതിയുമായി ഏറ്റവും യോജിച്ച ചിന്താഗതി? ഇതല്ലേ മനുഷ്യനെ പ്രതീക്ഷ നൽകുന്ന ചിന്താഗതി? ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഇല്ലെങ്കിൽ മനുഷ്യന് ഒന്നും ചെയ്യാൻ പ്രചോദനം ഇല്ലാതിരിക്കുകയാണ്, പ്രതീക്ഷ ഇല്ലാതിരിക്കുന്ന സമയത്ത് അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ലൗലൽ അമലു മാ സറഅ സാരിയുൻ വമാ അർളഅ മുർദിയുൻ വരദഹ. പ്രതീക്ഷ എന്ന ഒന്ന് ഇല്ലെങ്കിൽ
ഹോപ്പ് എന്ന ഒന്ന് ഇല്ലെങ്കിൽ ഒരു കർഷകനും പാടത്ത് വിത്തെറിയില്ല. ഒരു ഉമ്മയും കുഞ്ഞിനും മുല കൊടുക്കാൻ തയ്യാറാവില്ല. മനുഷ്യൻ ഏതൊരു പ്രവർത്തനം നടത്തുകയാണെങ്കിലും അവന് പ്രതീക്ഷ ഉണ്ടാവണം. അപ്പൊ പ്രതീക്ഷ നൽകാൻ പറ്റുന്ന വിശ്വാസം പാരത്രിക ജീവിതത്തിലുള്ള വിശ്വാസമാണ്. മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തിനെ മനുഷ്യന് പ്രതീക്ഷ നൽകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് എത്ര നിരാശനീകാരം മനുഷ്യൻ. അവസാനത്തെ ശ്വാസം വിടുന്ന സമയത്ത് ഒരു ശ്വാസോടിയും വിടാൻ പോതില്ലാത്തവരാരാ? അത് വിടുമ്പോൾ ഒരു ശ്വാസോടിയും വിടാൻ പോതില്ലാത്തവരാ? അത് വിടുമ്പോൾ ഒരു ശ്വാസോടിയും വിടാൻ പോതില്ലാത്തവരാരാ? ആർക്കത് കഴിഞ്ഞോട്ടെ, അവസാനിച്ചോട്ടെ എന്ന്. അപ്പൊ ഇവിടുന്ന് ഇനി ചങ്ങായി ഇത്രേ വിടാൻ പറ്റുള്ളൂ. ഇനി ഇവിടുന്ന് പോയിട്ട് ബാക്കി വിടാം. നല്ലോണം എത്ര കാലം വേണമെങ്കിലും ശ്വാസം വിടാനുള്ള ഒരു ലോകമാണ് എൻ്റെ മുമ്പിൽ കിടക്കുന്നത്. എത്ര സുന്ദരമായ ജീവിത വീക്ഷണമാണിത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ദർശനവും ജീവിത വീക്ഷണവും ഏത് ബുദ്ധിയുള്ളവൻ്റെ മുമ്പിൽ പറഞ്ഞാലാ ഒരു മനസ്സിലാവാതിരിക്കുക. പിന്നെ അവർ ഏറ്റവും കൂടുതലായിട്ട് യുക്തിവാദികളെന്ന് കോളേജുകളിലും ഒക്കെ തന്നെ നമ്മളെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ നിലവിലുള്ള യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ചിന്താഗതി പ്രചരിപ്പിക്കാൻ അനുകൂലമായ തരത്തിലുള്ള വിദ്യാഭ്യാസ സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത്. ഈ സെക്കുലർ വിദ്യാഭ്യാസങ്ങൾ നോക്കി വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ ബേസിക്കലി വളരെ ബാലിശമായിട്ടുള്ള ഭാവനകളും സയൻസാന്നും പറഞ്ഞാണ് പഠിപ്പിക്കുക. ഉദാഹരണം പറഞ്ഞ ഡാർവിനിസം. നമ്മളെ കുട്ടികളൊക്കെ അങ്ങനെ വിശ്വസിക്കുക. നമ്മളെ കുട്ടികളൊക്കെ എല്ലാവർക്കും പഠിക്കണം. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ ബയോളജി പഠിക്കണ്ടേ, പരീക്ഷ പാസ്സാകണ്ടേ, മാർക്ക് വാങ്ങണ്ടേ, അവിടെ പഠിച്ചോളണം, എല്ലാവരും പഠിച്ചോളണം. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. യഥാർത്ഥത്തിൽ മദ്രസയിലും ഒക്കെ വരുമ്പോഴും ഒക്കെ അല്ലാത്തപ്പോഴും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, ഡാർവിനിസം നന്നായി പഠിച്ച് പരീക്ഷ എഴുതിക്കൊള്ളുകൊണ്ടു, എന്നിട്ട് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം മനസ്സിൽ നിന്നുണ്ട് ഒഴിവായിക്കൊള്ളുകൊണ്ടു. കാരണം അത് ഒരു സങ്കല്പം മാത്രം, ശാസ്ത്രം പോലുമല്ല. ഡാർവിനിസം ഈ നിരീശ്വരവാദികൾക്ക് വേണ്ടി ഈ ഡാർവിനിസം ഒരു സങ്കല്പം മാത്രം, ഒരു ഭാവനയാണ്. ഡാർവിൻ കപ്പലിൽ കൂടി യാത്ര ചെയ്തപ്പോൾ അയാൾ കുറെ ഫോസിലുകളൊക്കെ സങ്കല്പിച്ച് കണ്ട് ഒരു സങ്കല്പം ഉണ്ടാക്കിയെടുത്തതാണ്. മനുഷ്യൻ മൃഗത്തിൽ നിന്നുണ്ടായതാണ്. ഉണ്ടായതാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന് മൃഗീയമായ സ്വഭാവങ്ങളൊക്കെ പിന്നെ ഉണ്ടാവുകയും ചെയ്യും, സ്വാഭാവികമല്ലേ. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു പവിത്ര ജീവിയാണ് എന്ന് വരണമെങ്കിൽ മനുഷ്യൻ മനുഷ്യനായി തന്നെ ജനിച്ചവനാണ്, അതല്ലാതെ മൃഗത്തിൽ നിന്നുണ്ടായതാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. ഇത് മഹാവിഡ്ഢിത്താണ് ഈ സിദ്ധാന്തം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ എന്നിട്ടും ഇവല്യൂഷൻ തിയറി ഈസ് അൺപ്രൂവ്ഡ് ആൻഡ് അൺപ്രൂവബിൾ. പരിണാമ സിദ്ധാന്തം ഒരിക്കലും തെളിയിക്കപ്പെട്ടതല്ല, തെളിയിക്കാൻ കഴിയുന്നതുമല്ല എന്ന് ഓരെന്നെ പറയുന്നുണ്ട്. അവസാനം ഉണ്ടായത് എന്താ വെച്ചാൽ അവിടെ ഇംഗ്ലണ്ടില് ഡാർവിനിസം ക്രിസ്ത്യാനിറ്റി നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രിസ്ത്യാനിറ്റി വളരെ വീക്കാണ്. അവിടെ ക്രിസ്ത്യാനിറ്റിയാണല്ലോ ഇംഗ്ലണ്ടിലുള്ളത്. ഈ ക്രിസ്ത്യാനിറ്റിയുടെ മുമ്പിലാണ് ഡാർവിനിസം വരുന്നത്. അതിൻ്റെ മുമ്പിൽ ക്രിസ്ത്യാനിറ്റിക്ക് എങ്ങനെ നിലനിൽക്കാൻ പറ്റുക? അതിനെ എതിർക്കാൻ പറ്റണില്ല, സമർത്ഥമായിട്ട് അതിനെ ഖണ്ഡിക്കാൻ പറ്റണില്ല, അതിനെ നിർവീര്യമാക്കാൻ പറ്റണില്ല. അപ്പൊ 3 ഘടകങ്ങളാണ് ഇതിനെ വളർത്തിയത്. ഡാർവിനിസത്തെ വളർത്തിയത് 3 ഘടകങ്ങളാണ്. ഒന്ന് ഇംഗ്ലീഷുകാര്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ലെ, അർഹതയുള്ളതിൻ്റെ അതിജീവനം എന്ന ഡാർവിനിസത്തിലെ സിദ്ധാന്ത തത്വം അവരുടേതാക്കേണ്ടതുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ലോകം മുഴുവൻ ഭരിക്കുന്നുണ്ടെങ്കിൽ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപതികളാണ് ഞങ്ങളെങ്കിൽ അത് ഞങ്ങളുടെ അർഹത കൊണ്ടാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഡാർവിനിസത്തെ ബയോളജിക്കലായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ അതിനെ വളർത്തി ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കാർൽ മാർക്സ് പറഞ്ഞു, എൻ്റെ